ബൈ. ഈ പൊട്ടനിനെ ഒന്നും അറിയത്തില്ല. അത് ചെറിയ ഇതൊക്കെ കാണും. ഹലോ ഗൈസ്, വെൽക്കം ടു our യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും ഇംഗ്ലീഷ് പറയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ലൈക്ക് ഇങ്ങനെ ഹലോ ഗൈസ്, യു ആർ ഹിയർ ഇൻ സച്ചു അന്നാനി ലൈക്ക് ദിസ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫുഡ് ചാലഞ്ച് ആകട്ടെ. ഫുഡ് ചാലഞ്ചാണ് കേട്ടാ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ലുലു മോളിൽ പോയിട്ട് ലുലു മാളിൽ ഇരുന്ന് തന്നെ ചലഞ്ച് ചെയ്യാം. ഓക്കെ, ലുലു മാളിൽ നിന്ന് ഇനി ടേക്ക് അവേ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സോ മച്ച് ടൈം ആവും അല്ലേ? ആ, അപ്പോൾ ലുലു മാളിൽ ഇരുന്ന് തന്നെ ഏതെങ്കിലും കോർണറിൽ പോയി ഇരിക്കാം, അതല്ലേ നല്ലത്. അപ്പോൾ അവിടെ പോയി ഇരുന്ന് തന്നെ ചലഞ്ച് ചെയ്യുക. ചലഞ്ച് എന്താണ്? ചലഞ്ച് എന്തോന്ന് അത് പോയിട്ട് കാണാം. പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ മുദ്ര കം ദിസ് സൈഡ്, കം ദിസ് സൈഡ് അടിക്ക്. ഓക്കെ, നമ്മള് പോയിട്ട് കാണാം. ഇനി നേരെ എവിടെ പോകണം? മെട്രോയിൽ നിന്ന് ഇവിടെ നിന്ന് മെട്രോ കയറിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങുക. മെട്രോൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വേറെ പരിപാടിയൊന്നുമില്ല. ടിക്കറ്റ് എടുക്കുക, അവിടെ പോയി ഇറങ്ങുക. ഡയറക്റ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ സ്കൂട്ടിയിൽ വീഡിയോ എടുക്കാൻ പറ്റൂല. ആ, സ്കൂട്ടി വീഡിയോ എടുക്കാൻ പറ്റാത്ത മാത്രമല്ല ഹെൽമെറ്റ് വേണം. ഒരു ഹെൽമെറ്റ് അല്ലേ ഉള്ളൂ, എൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഹെൽമെറ്റ്. അതുമില്ല. അപ്പോൾ നമ്മൾ മെട്രോയിനെ സഹായം തേടുന്നു. Come on guys, check it out. പറ check it out. Check it out. Check it out. Check it out. വോയിസ് ഇങ്ങനെ വേണം. Check it out. Check it out. Check it out. Check it out. ആണോ? അങ്ങനെ നമ്മുടെ മറ്റേ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടാ. ഏത് ടിക്കറ്റ് എടുക്കല് അങ്ങനത്തെ ജിഗ പരിപാടീസ് ഫിനിഷ്ഡ്. ഞങ്ങൾ ഇലക്ട്രോണിക്സ് ആണ് കേട്ടാ. ഞങ്ങൾ എല്ലാം മറ്റേ ഇതുവഴിയാണ് ചെയ്യുന്നത്. ഏത് വഴി? ഫോൺ വഴി നിങ്ങൾക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം. അപ്പോ ഇനി അവിടെ പോവാ. അവിടെ പോകുന്നവരെ പോയിട്ട് കാണാം നമ്മള്. അപ്പോ ഞമ്മക്കല്ല കേട്ടാ വന്നത്, അപ്പുറത്തെ സൈഡാണ് വന്നത്. അപ്പൊ അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് 25 വണ്ടർലായി പോയിട്ട് നമ്മൾ വണ്ടറിലെ പോയിട്ട് വ്ളോഗ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ അതെന്തെന്നറിയോ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം സിൽവർ സ്റ്റോമിൽ പോയിട്ടില്ലേ, വന്ന് നമ്മളുടെ മയിൽ വാഹനം. ആര്? മയിൽ വാഹനം. മലയാളത്തിൽ മെട്രോയിലെ മയിൽ വാഹനം എന്നാണ് വിളിക്കണത്. ഇതെന്തോന്ന്? ആ, അകത്ത് കയറുന്നുണ്ട്. ഞാൻ ഫോൺ ഓഫ് ചെയ്യണം. ടാറ്റാ, ബൈ ബൈ. ഇറങ്ങിയിട്ട് കാണാവേ. എത്തിയില്ല, അടുത്ത സ്റ്റോപ്പാണ് കേട്ടാ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ. ഈ പൊട്ടനിനെ ഒന്നും അറിയത്തില്ല. നീ പിന്നെ ബുദ്ധി ഇങ്ങനെ. This is his place. He should know everything. But it's completely opposite. I know everything over here, isn't it? Yes or no? Okay, എടപ്പള്ളിയിൽ എന്തൊക്കെ ഉണ്ട്? എടപ്പള്ളിയിൽ ലുലു മാൾ ഉണ്ട്, ഓബ്രൺ മാൾ ഉണ്ട്, so many കട ഉണ്ട്. വേറെ മെയിനായിട്ട് എന്തുണ്ട്? മെയിനായിട്ട് ചർച്ച്. എടപ്പള്ളി അല്ല, മെയിനായിട്ടുള്ളത് ലുലു മാൾ അല്ല, മെയിനായിട്ടുള്ളത് കെട്ടിടങ്ങൾ. കെട്ടിടങ്ങൾ മീൻസ് ലൈക്ക് ദിസ് ഐറ്റംസ്, സോ മെനി. അപ്പോൾ എത്തിയിട്ട് കാണാം കേട്ടോ. ടാറ്റ, ബൈ ബൈ. ടാറ്റ പറ. ഇപ്പോൾ എത്തിയില്ലേ? പോവാം കേട്ടോ. ഓക്കെ, ഓടിക്കോ. ലുലുമാൾ എത്തി. ലുലുമാൾ പെട്ടെന്ന് വാണി. വൈ ആർ മേക്കിംഗ് ലേസി? I'm not lazy. I'm walking. There's a lot of
people here. That is why. അപ്പോൾ നമ്മൾ ലുലുമാൾ എത്തിയേട്ടാ. മറ്റേ ആ സാധനമില്ലേ, തനിയെ ഇറങ്ങി പോകുന്ന സാധനത്തിൽ പോയി കഴിഞ്ഞാൽ കുറേ സമയം പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ മറ്റേ പടിയിലിറങ്ങി പോകുന്നു. ഓക്കെ, ഇവൾക്ക് എന്തോ എല്ലാം അറിയാവുന്ന പോലെയാണ് ഇവള് നടന്ന് പോണത്. വേറെ അറിയുമോ നാനി? Mall. Inside the mall. നാനി, ചെക്ക് ഇറ്റ് ഔട്ട്. Check it out. ഒന്നുകൂടി കാണിച്ചാ. Check it out. ചെക്ക് ഇറ്റ് ഔട്ട്. ഇതിപ്പോൾ ഒരു പുതിയ സാധനം കിട്ടിയാണ് കേട്ടാ, ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇനി നേരെ പോവുക, സാധനം മേടിക്കുക. സാധനം എന്തെന്ന് കാണിച്ചു തരാവേ. ഓക്കെ, എന്താണ് ഐറ്റംസ് എന്ന് കാണിച്ചു തരാം. എന്തിനായിരിക്കും എന്നാലും ഇനി ഐഡിയ? Yes, I know. ആ, അവൾക്കറിയാം. ഞാൻ അവളടുത്ത് പറയാണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എനിക്ക്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്തരായിരിക്കും. ഓക്കെ, സ്കിപ്പ് ചെയ്ത് കാണരുത്. അതിന് മുന്നേ എന്തരാണെന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ ബൈ. അവിടെ എത്തിയിട്ട് കാണാം. ബൈ ബൈ. ബൈ ബൈ. Bye. ഭയങ്കര തിരക്ക് കേട്ടോ, നല്ല തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് സൺഡേയും കൂടി ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ്. ഓക്കെ, ഇതാ പരിപാടി കഴിഞ്ഞിട്ട് കാണാം. ബൈ, ചെക്ക് ഇറ്റ് ഔട്ട്. അങ്ങനെ നമ്മൾ കയറി കേട്ടോ, എത്തി. ഇതിൻ്റെ തൊട്ട് മേലെ തന്നെയാണ് മറ്റേ പരിപാടി കേട്ടോ, ഫുഡിൻ്റെ കോർട്ട്. അതറിയാമല്ലോ നമുക്ക്. ഓക്കെ, വാട്ട് ഹാപ്പൻ? I thought someone called me. ഓക്കെ, വാ മേലെ പോവാം. ഞങ്ങളെ ഇവിടെ എത്തി കേട്ടാ, ഇവിടെ എത്തി. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്താ പറയുക, ഞങ്ങൾ വന്നത് സൺഡേ. അപ്പോൾ ഇവിടെ സീറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ തന്നെ ഒരുമാതിരി കുളത്തിൽ മീൻ പിടിക്കുന്ന പോലെ ഇല്ലേ? അപ്പം ഞങ്ങൾ So crowded. കാരണം സൺഡേയും കൂടി ആയതുകൊണ്ട് അത്ര ക്രൗഡ്. ഓഫറാണോ സൺഡേ ആയ? Hey. ഓഫറാണോ അല്ലേ? അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം എന്തെന്ന് പറയുമ്പോഴത്തേക്കും 6-in-1 പിസ്സ കോംബോ ഇല്ലേ, വലുത്. അതൊരു 4 പീപ്പിളിന് കഴിക്കേണ്ട സാധനമാണ്. 4 പീപ്പിളിന് ദേ സെഡ് ദാറ്റ് ഡേ 4 ആൾക്കാർക്ക് കഴിക്കേണ്ട സാധനമാണ്. അത് ഞങ്ങൾ 2 പേരും ഇത്ര മിനിറ്റിനുള്ളിൽ ഫുള്ളും കഴിച്ചു തീർക്കണം. ഫസ്റ്റ് ആര് കഴിച്ചു തീർക്കോ അവർക്ക് ആ ടൈമിൽ ഒരു 500 റുപ്പി. 500 ഓക്കെയാണ്. ആ ടൈമിൽ 500 റുപ്പി അവരെ ഫോണിൽ സെൻഡ് ചെയ്യണം. ഓക്കെയാണ്. ഞാൻ ഇവിടുത്തെ പറഞ്ഞാണ് വീട്ടിൽ ഇരുന്ന് നമുക്ക് ചെയ്യാവുന്നു. പക്ഷേ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെന്ന് പറയുന്നത് മീൻസ് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റാത്ത റീസൺ എന്തെന്ന് പറയുമ്പോഴത്തേക്കും, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്നറിയോ? സിംബ ഉണ്ട്. സിംബ അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ഒരു റൂമിലോട്ട് കയറുമ്പോഴത്തേക്ക് അവൻ ക്വായ വച്ചുകൊണ്ടിരിക്കും. മനസ്സിലായ? അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്ത് വന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. എന്നും പറഞ്ഞ് നിങ്ങൾ വിചാരിക്കല്ലേ ഞങ്ങൾ അവന് കാനൊന്നും കൊടുക്കാതിരിക്കണമെന്ന്. അവൻ റോയൽ കാനിയൻ അല്ല, എൻ്റെ കൊച്ചിന് വേണ്ട ഫുഡൊക്കെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് അവനെ ഒരു ദിവസം കൊണ്ടുവരാം. നെക്സ്റ്റ് വീഡിയോയിൽ അവനെ കാണിച്ചു തരാം കേട്ടാ. നിങ്ങളും കുറേ നാളായി അവനെ കണ്ടിട്ട്. വലുതായി കേട്ടാ, അത്യാവശ്യം നല്ല വലുതായി അവൻ. വാക്സിനേഷൻ ഉണ്ട്. അവന് നാളെ വാക്സിനേഷൻ ഉണ്ട്. വാക്സിനേഷൻ എടുക്കാൻ പോകുന്ന വീഡിയോ വേണം എന്നുള്ളവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടാ. ഓക്കെ, വാക്സിനേഷൻ ഞങ്ങൾ പോകുന്ന വീഡിയോസ്, ഔട്ടിങ് പോകുന്ന വീഡിയോസ് വേണ്ടവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ കുറേ സംസാരിക്കാം. നമുക്ക് പോയാലോ? പോവാം. ഓക്കെ, നമ്മൾ പിസയുടെ ഫ്രണ്ടിലാണ് നിൽക്കണം, അത് വേറെ കാര്യം. ഓക്കെ, നമ്മൾ എടുക്കാൻ പോകുന്ന സാധനം എന്താ? ഈ സാധനമാണ് കേട്ടോ, 6-in-1. ഇത് എനിക്കൊന്നും അത്യാവശ്യം വലുതായിരിക്കില്ല, ബിഗ് ആയിരിക്കില്ല ഇത്. അത്യാവശ്യം നല്ല ബിഗ് എന്നാണ് അവർ അങ്ങനെയാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഞങ്ങൾ ഇത് 2 പേർക്ക് കഴിക്കാൻ നോക്കിയപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയോ, ഇത് അത്യാവശ്യം നല്ല വലുതാണ്, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഓർഡർ ചെയ്യാൻ കേട്ടോ. ഓക്കെ, ബാ. കിട്ടി. ഓ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? യു വിൽ ഈറ്റ് നോ? വലിയ പക്ഷേ പിസ്സ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ ഫേവറേറ്റ് സാധനമാണ് പിസ്സ. ഓക്കെ, നമുക്ക് നോക്കാം. റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോയ്സ്, ഒരുപാട് വലിയ നോയ്സ് കേൾക്കുന്നുണ്ടായിരിക്കും. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഔട്ട് സൈഡാണുള്ളത്. അതും
നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയ ഇത് ഞങ്ങളുടെ ബാക്കിൽ മാത്രം, കുറച്ച് ഫ്രണ്ടിൽ അത്യാവശ്യം ഒരുപാട് പേരുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടക്കണേ എന്തിനാ ഇങ്ങനെ നടക്കണേ എന്തിനാ? Waiting ആ for the food to come. നമ്മളെ Let's sit somewhere. സംവേർ അല്ലടി ഞാൻ ഏതെങ്കിലും കോർണർ കിട്ടിക്കഴിഞ്ഞാൽ മര്യാദക്ക് ഇരിക്കാവേ. ഞാനപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കോർണർ വല്ല നോക്കുന്നത്. അപ്പോൾ ഗൈസ് വല്ല സീറ്റ് കിട്ടിയിട്ട് കാണാം കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു സീറ്റ് കിട്ടുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ വന്നത് സൺഡേ അല്ലേ, സൺഡേ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. ചില സമയങ്ങളിൽ സൺഡേ അല്ലാത്ത ഡേയ്സ് തിരക്ക് ഒരുപാട് കാണുന്നതല്ല. Still, അവിടെ 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 അയ്യോ അവിടെ കയറി ഇരുന്നടി ഞാനീ. ഹാപ്പി ഹാപ്പി ഹാപ്പി. കാര്യം എന്ന് പറയുമ്പോൾ നല്ലൊരു വലിയ കോർണറിൽ കേട്ടാ. ഓക്കെ, ഞങ്ങളിവിടെ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ടുഡേ വിചാരിച്ചു നമ്മൾ ബാർബിക്യൂ നേഷനിൽ പോവാൻ. പക്ഷേ ബാർബിക്ക് ഇവിടുത്തെ ബാർബിക്യൂ നേഷൻ നിങ്ങൾക്ക് അറിയത്തില്ലേ, അവിടെ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ അവർ 500 വെക്ക് ഒരാൾക്ക് പെർ പേഴ്സൺ 500 രൂപയ്ക്ക് അൺലിമിറ്റഡ് കേട്ടാ. അൺലിമിറ്റഡ് മീൻസ് നിങ്ങൾക്ക് പാർസൽ പറ്റൂല, എത്ര വേണോ തിന്നാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയി ചോദിച്ചപ്പോൾ പക്ഷേ സൺഡേ മാത്രം പെർ പേഴ്സണ് 1100 റുപ്പിയാണ് കേട്ടോ. 200 റുപ്പി, സോറി 1200 റുപ്പി. അത് നമുക്ക് അതുകൊണ്ട് ഞങ്ങളുടെ സെയിം പ്ലാൻ തന്നെ ചെയ്തു. പിസ്സ വലുതാണ് കേട്ടാ. നമ്മൾ ഒരു മീഡിയം പിസ്സ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയും ഇല്ലേ? മീഡിയം പിസ്സ നമ്മൾ 3 പേര് ഒരു പിസ്സ ആ ഒരു ചെറിയ പീസ് കഴിച്ച് ഒരു 3 പീസ് കഴിക്കുമ്പോൾ തന്നെ വയറ് ലോഡാവും. എൻ്റെയൊക്കെ വയറ് ലോഡാവും. നാനി എന്ന് പറയുമ്പോൾ ഒരു പിസ്സ ലവറാണ് കേട്ടാ. അപ്പോൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് അത് ഇനി മുതൽ നിങ്ങൾ അത് ഞങ്ങളുടെ വീഡിയോസ് ഫുള്ളും കാണും കേട്ടോ. കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മെയിൻ സൈൻ അതാക്കാൻ പോണം. ആര് പറഞ്ഞു? അയ്യോ നീ ഇത് മാറ്റി നോക്ക്, സ്റ്റൈലിൽ നീ ഒന്ന് ചെയ്തു നോക്ക്. 3, 2, 1 സ്റ്റാർട്ട്. സെറ്റല്ലേ? നിങ്ങൾ കമന്റ് പറ. കമന്റിൽ വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യൂല കേട്ടാ. ഓക്കെ, ഇല്ല പറയണം. ഓക്കെ, ഞാനീ പറഞ്ഞ കേട്ടല്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് വലിയ ടോട്ടൽ ബിഗ് ആണ് കേട്ടോ. എനിക്ക് അറിഞ്ഞുകൂടാ നമ്മൾ ഫുള്ളും തിന്നോന്ന്. 1905. ഓക്കെ, but that's a deal. If you come with your friends and there are so many people, കുറേ പേരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. budget friendly. കുറേ പേരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. കാര്യം sorry കുറേ പേരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റും. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരാൾക്ക് KFC വേണമെങ്കിൽ KFC പോവും, ഡൊമിനോസ് വേണമെങ്കിൽ ഡൊമിനോസിൽ പോവും. ഇവിടെ ഒരു പെപ്സിക്ക് തന്നെ 70 രൂപ. Inflation guys, inflation. അത് പോട്ടെ, അത് വിട്. ഓക്കെ, അപ്പോൾ ഒരാൾ KFC പോയി, ഒരാൾ ഡൊമിനോസിൽ പോയി, ഒരാൾ വേറെ എവിടെയെങ്കിലും പോയി, എല്ലാം പോയി വരുമ്പോൾ അറൗണ്ട് ഒരു 4 പേർക്ക് ഒരു 2500 രൂപ ആവൂലേ നാനി? ആവും ഷുവറാണ് കേട്ടോ. എക്സ്പീരിയൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരുന്ന സമയത്ത് ഈ ഡീല് കിണ്ണനാണ്, മനസ്സിലായ? സെറ്റാണ്. കുറേ പേര് വെജ് ഉണ്ട്, നോൺ വെജ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ അടിപൊളിയാണ്. അപ്പോൾ ഇനി വേറെ പരിപാടിയൊന്നുമില്ല. ഇത് 211, 207 പാവം കൊച്ച്. ഓക്കെ, നമ്മുടെ ഓർഡർ നമ്പർ 211 കേട്ടോ. 11 അവിടെ 207 ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 4 ഓർഡറും കൂടി പോയി കഴിഞ്ഞാൽ സാധനം വരും. ഇടില്ല
കൊറേ തിന്നും നമുക്ക് നോക്കാമേ. ആര് കൊറേ തിന്നൂന്നല്ല. ഓക്കെ, തിന്നുന്ന പോട്ടെ, ഇത്ര ടൈം നോക്കണം. ശരി ശരി ശരി. ഇത്ര ടൈമിനുള്ളിൽ ഫിനിഷ് ആക്കും. ഓക്കെ, ഒരു 5 minutes. 5 minutes പറ്റൂല, ഒരു 10 minutes വേണം. 10 minutesനുള്ളിൽ ഫുള്ളും തിന്ന് തീർക്കണം. ഇല്ല, നമുക്ക് അതിന്റെ സൈസ് നോക്കാം. സൈസും മറ്റേ സാധനവും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ടൈമിങ് സെറ്റ് ആകാം. ഓക്കെ, അപ്പോ ടാറ്റാ, ചെക്ക് ഇറ്റ് ഔട്ട്. ഉറക്കം വരുന്നത് അടിപൊളി. അപ്പോ കാണാം, ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് നിങ്ങൾക്ക് ഒരു മാജിക് കാണിച്ചു. സയൻസ് മാജിക് കേട്ടാ, വലിയ വലിയ മാഞ്ഞു പോകുന്ന മാജിക് അല്ല, സയൻസ് മാജിക്. ഇത് ഈ സാധനം കണ്ട, ഈ ബലൂൺ എടുത്ത് ബലൂൺ ഇവൾക്ക് എന്റെ എന്തേലും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ചിരിക്കാൻ ഭയങ്കര ആസ്വാദനം കേട്ടാ. എനിക്ക് ബലൂണ് മതി. ബലൂൺ, സോറി. ഓക്കെ, ബലൂണ്. നിങ്ങളുടെ കയ്യിൽ ബലൂൺ ഉണ്ടെങ്കിൽ പേപ്പർ, എന്തൊരു പേപ്പർ ഇങ്ങനെ ചെറിയ കുനുകുനാന്ന് അരിഞ്ഞിടുക. ഓക്കെ, മുറിച്ചിടുക. ഇങ്ങ എന്റെ തലയിൽ എണ്ണയില്ല കേട്ടാ, ഓയിലില്ല. എന്റെ തലയിലില്ല. നിന്റെ തലയിൽ ഇന്നലെ ഞാൻ തേച്ചെന്നല്ല. ഞാൻ വാഷ് ചെയ്ത്. അത് കുഴപ്പമില്ല, അത് ചെറിയ ഒരു ഇതൊക്കെ കാണും. ഇങ്ങനെ നല്ല പോലെ ആക്കണം കേട്ടോ. എന്നിട്ട് ഇതെടുത്ത് സ്കൂളിൽ നിങ്ങൾ ചെയ്യില്ലേ ആ സ്കെയിൽ എടുത്ത്? വൺസ് മോർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെടുത്ത് തലയിൽ ഇങ്ങനെ ആക്കുക. എന്നിട്ട് അപ്പൊ ഗൈസ്, തീർന്ന് ഇപ്പോ കഴിക്കാൻ സമയത്ത് കാണാം. ഓക്കെ, അപ്പൊ ഗൈസ്, എന്ത് പറയാൻ വേണ്ടിട്ട്, ഇനി മാജിക് ഒക്കെ കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങള് ഉറക്കം വരണുണ്ട്. ഉറക്കം വരുന്ന ഉറക്കം വരണം പറയല്ലേ, ഫുഡ് കഴിക്കേണ്ടതാ. ചാലഞ്ച് അക്സെപ്റ്റഡ് ഗൈസ്, ചാലഞ്ച് അക്സെപ്റ്റഡ് നോ. നാനി ഡി ഇതെങ്ങനെ നോക്കിയത്? ഇത് കോൾഡ് ഇല്ല. സൈഡ് വെക്ക്, ഇതേ ഉള്ളൂ. ഫാൻ്റെ വേണോ അതിന് പകരം? ചാലഞ്ച് വാ. അപ്പൊ ഗൈസ്, ഇതാണ് കേട്ടോ നമ്മുടെ. ഇത് തീർക്കുവോ ബേബി? എനിക്കറിഞ്ഞൂടെ ഇതിങ്ങനെ, ഇത് ഇത്ര എന്തിനാണ് ഇത് ഇത്രയോ? ഈ സാധനത്തിൽ ഇടാൻ വേണ്ടി ഇത് ഇത്ര സാധനം. ഇത് വെക്കണ ഒരു 20 പാക്കറ്റ് എങ്കിലും കാണും. ഏയ് സ്മോള്, വലിയ വലുതില്ല, അത്യാവശ്യം വലുത് ഇല്ലേ? ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഇത് കണ്ട, ഇത്രയും വലുതുണ്ട്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ മടക്ക് വരെ, എൻ്റെ കൈയിൻ്റെ ഈ മുട്ടിൻ്റെ മടക്ക് വരെ, നാനിൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ മടക്ക് വരെ, എൻ്റെ നാനിൻ്റെ കൈയിൻ്റെ മുട്ടിൻ്റെ മടക്ക് വരെ. ഓക്കെ, ഹാപ്പി ആയ? അപ്പോ ഇതിൽ ഇത്ര പീസ് ഉണ്ട്. ഇതിന് 5 മിനിറ്റ് മതി. 5 മിനിറ്റ് പോലെ. 10 മിനിറ്റ്സില് 10 മിനിറ്റ്സ് ഓവറായി പോകും ബേബി, ഒരുപാടായി പോകൂലേ? എടുത്ത് തിന്നല്ലടി നീ. എത്ര മിനിറ്റ് വേണം? പൊട്ടിക്കല്ലേ? ഓക്കെ, കുടിച്ചോ. അപ്പൊ ഗൈസ്, നമുക്കേ ടൈമറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം അതിന് മുന്നേ ഇതൊന്ന് കൗണ്ട് ചെയ്യണം, എത്ര പീസ് ഉണ്ട്, എങ്ങനെയാണ് എടുക്കേണ്ടത്, അതൊക്കെ നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പൊ തന്നെ ഇങ്ങനെ തന്നെ പ്ലാൻ ചെയ്യും. ഓക്കെ, ഇവിടെ എന്ത് അല്ല, ഇതിങ്ങനെ പിടിച്ചിരിക്കും. ആരും കൊതി വിടണ്ട. 1 2 3 4 5 6 6 12 18 24 പീസ് ഉണ്ട് കേട്ടോ. 24 പീസ് ആണെങ്കിൽ ഒരാൾക്ക് 12 പീസ്. ഓ കിടുക്കുന്ന്.
എൻ്റെ പൊന്നു മക്കളെ 24 പീസ് ഉണ്ട്. 24 പീസിൽ ഒരാൾക്ക് 12 പീസ് വരും കേട്ടാ. ഒരാൾക്ക് 12 പീസ് എന്ന് പറയുമ്പോൾ 12 പീസ്. ഇത് കണ്ട, ഇവിടെ ഒരു ഫ്ലേവറുള്ള 4 പീസ് ഉണ്ട്. ഒരു ഫ്ലേവറുള്ള 4 പീസ്. ഒരു ഫ്ലേവറുള്ള 4 പീസ്. ഒരു ഫ്ലേവറുള്ള 4 പീസ്. 4 4 4 4 അങ്ങനെ 1 2 3 4 5 6 ഫ്ലേവറുള്ള 6 ഫ്ലേവർ ഉണ്ട്. മൊത്തത്തിൽ 6 ഫ്ലേവർ. 6 ഫ്ലേവറിൽ എന്ത് പറയാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലേവറിൽ 4 പീസ് വെച്ചു. എന്നാൽ ഞാനും എടുക്കും. സെയിം. ഇനി എടുക്കല്ലേ, ഇനി തുടല്ലേ. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ചൂടുണ്ടോ? ഉണ്ട്. അപ്പോൾ Oh my god. OMG. OMG. അപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, സ്റ്റാർട്ട് ചെയ്യാം കേട്ടാ. പക്ഷേ നമ്മുടെ സ്റ്റാൻഡ് കൊണ്ടുവന്ന് കുറച്ചുകൂടി പൊക്കി വെച്ച് ഇങ്ങനെ എടുക്കായിരുന്നല്ലേ. ആ വെട്ടി ഞാൻ ഇപ്പൊ തുടങ്ങി. അത് ഊര്. നമ്മൾ ടൈമർ ഞാനിവിടെ ഫോണിൽ വെക്കാം കേട്ടാ. ഓക്കെ, ക്ലോക്ക് എവിടെ? ക്ലോക്ക് സ്റ്റോപ്പ് വാച്ച് എടുത്തിട്ടുണ്ട്. ഓക്കെ, ആ ടൈമർ തന്നെ. ഇത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കും. ആ, ഇതിൽ വേറെ പരിപാടി ഉണ്ട് കേട്ടാ. ടൈമർ വെച്ച് നമ്മള് കേട്ടാ. ഇപ്പൊ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞ് വരും. ഒരു പീസൊക്കെ എടുത്താ കുഴപ്പമൊന്നുമില്ല. Chili flakes idu. I am putting this. ഇതൊക്കെ ഒരു 4 ആൾക്കാർക്ക് തിന്നാനുള്ള ഉണ്ടെന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ആവുന്നുണ്ട്. ആൾക്കാരല്ല, 6 ആൾക്കാർ. ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു കേട്ടാ, മറ്റേ ഇതിൽ നിൽക്കുന്നില്ലേ, ആ കൊച്ചിനോട് ചോദിച്ച് 2 പേർക്ക് ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കൊച്ചു പറയല്ലേ, 2 ആൾക്കാർക്കോ, നിങ്ങൾക്ക് 2 പേർക്ക് ഇത്രയോ എന്നൊക്കെ. ഓക്കെ, എടുക്കല്ലേ. അന്ന് ഞാനും കുറച്ചെടുത്ത്. ഇതാണ് പെപ്പറോണി, ചിക്കൻ പെപ്പറോണി. ചൂട് കഴിഞ്ഞിട്ട് ചെയ്യായിരുന്നു ഞാൻ. ഓക്കെ, 3 ഫസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് തീർക്കുന്ന ആൾക്ക് എന്തെന്ന് പറഞ്ഞത് നമ്മൾ 500 rupees അറ്റ് ടൈം അപ്പം തന്നെ പേ ചെയ്യുന്നു. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഗയ്സ് നമ്മുടെ സൈൻ ഇട്ടില്ല. സൈൻ ഇട്ടിട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യുന്നേ. 3 2 1 സ്റ്റാർട്ട്. ചൂടുണ്ടടി. ഞാൻ ഇതും കഴിക്കണം കേട്ടാ. എനിക്ക് പല്ല് കാരണം അതാ വേറെ സീൻ. എനിക്ക് ഈ ഭാഗത്ത് കടിക്കാൻ പറ്റൂല, അതാ. എല്ലാം പിരിച്ചാക്കിയിട്ട് അടുത്തടുത്ത പാട്ട് എടുക്കാൻ പാടുള്ളേ. നിങ്ങൾക്ക് ടൈമർ ഞാൻ കാണിച്ചു തരാടാ. ഇങ്ങനെ ഇട്, ഇങ്ങനെ. എന്റെ മുഖം കാണുന്നില്ല. ഇങ്ങനെ നീങ്ങിയിരിക്കും. ടൈം പോണം. രണ്ട് 7 സെക്കൻഡ്. 7 സെക്കൻഡാ, 7 മിനിറ്റ്. അയ്യോ ഗൈസ്,
തേർഡ് ഒന്ന് Second. മറ്റേ ഒരു ഇറങ്ങി മറ്റേ ഇത് സമയം തീരും മുന്നേ ആരാണോ കൂടുതൽ നിൽക്കുന്നത് അവരാണ് ജയിച്ചത്. മൂന്ന് കഴിഞ്ഞ് നാലാക്കേ. And then third one. നാലാമത്തെ ഇത് കൊള്ളാം കേട്ടോ. Allah. ആ എടുത്തത് Fourth one. നാലെണ്ണം പോയപ്പോ തന്നെ വയറ് തീർത്ത കേട്ടാ. അയ്യോ ടൈമില്ല. അത് പീസ് ഇരുന്നതിന് ഞാൻ എടുത്തത്. അവര് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ഫോർത്ത് വൺ കഴിഞ്ഞു. ഇത് ഫിഫ്ത്ത് വൺ ആണ്. എൻ്റെ ഇത് ഫിഫ്ത്ത് വണ്ണാണ്. ഇറങ്ങി പോണില്ലല്ലോ സാധനം. പുറത്തോട്ട് വരുന്നു. മതിയായി. എൻ്റെ സെവൻത്ത് വണ്ണാട്ടാ. ആ നോക്ക്, വീഡിയോ നോക്കുകയാണെങ്കിൽ എൻ്റെ സെവൻത്ത് ഉണ്ട്. ഇവിടെ ഇപ്പൊ സിക്സ് എന്ന് ഞാൻ പറഞ്ഞല്ലേ ഉള്ളൂ. നിന്റെ സിക്സ് അല്ലേ അടുത്ത്? ₹500 you can buy anything in there. മിനിസോ ആണെങ്കിൽ മതി. നീ തോറ്റ എനിക്ക് തരണം 500. എനിക്ക് ഫുഡ് കോമ ആവും. എങ്ങനെ കഴിച്ചു കഴിഞ്ഞാല് എനിക്ക് ഫുഡ് കോമ ആവും. ഇത് 6 ഇത് 7 കേട്ടാ. ആ എങ്ങനെ പോവും വീട്ടില്? ഓ ഒരുമാതിരി ആവുന്നു. എനിക്കും പുറത്ത് വരുമോ? പുറത്ത് വരും. That is why I did not drink this Coca-Cola. ഒറ്റ ബൈറ്റ് തീർക്കാൻ കേട്ടാ. ഒരുമാതിരി ആവുന്നു ബേബി. Five, 4, 3, 2, 1, 0. 6 ഫിനിഷ് ആയി. ഞാൻ 7 ഫിനിഷ് ആയി. അപ്പൊ ഞാൻ തോറ്റ്. I am the winner. I am the പറ I am the Winner.
യു ആർ ദ കിങ് ഓഫ് വിന്നർ. പറ. എന്തിന് ഞാൻ ജയിച്ച് 500 തരാം. അടപ്പ് കളഞ്ഞു. പറ. യു ആർ ദ കിങ് ഓഫ് ദ യു ആർ ദ കിങ് ഓഫ് ദ പിസ്സ. യു ആർ ദ കിങ് ഓഫ് പിസ്സ. പിസ്സ ഇത് പിസ്സ കിങ്. ആ പറ. പിസ്സ കിങ് സച്ചു. ആ പെട്ടെന്ന്. എൻ്റെ അമ്മോ. ആ അപ്പോ ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കാം. എന്നെ വയർ പൊട്ടി പോവും. ഇനി കുറച്ചു നേരല്ലേ. If we had taken that loaded cheese one, just you think, cheese burst, we would not be able to. അവർ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത് എന്താണെന്നറിയോ? ചീസ് ആഡ് ചെയ്യണമെന്ന് കേട്ടാ. ഇൻ കേസ് ചീസ് ആഡ് ചെയ്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ. ആര് വിന്നറായി? പൈസ ഇട്ടാ തരാം. എപ്പോ? ഇപ്പൊ നീ കള്ളി. തരാം. എപ്പോ? വീട്ടിൽ പോയിട്ട്. ഇവള് പറ്റിക്കും കേട്ടാ. No, ഞാൻ തരാം. എന്നാ ഫോൺ സെൻഡ് മീ 500 റുപ്പിയെ. ഇപ്പൊ തന്നെ ഇൻസ്റ്റന്റലി. ഇത് നോക്കണേ. ഇത് നോക്കിയ പൈസ ഇല്ല. ബിക്കോസ് എന്റെ എല്ലാ പൈസ ഇവന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യില് പൈസ ഇല്ല ഇപ്പൊ ഒന്നും. ഉണ്ട്. ഞാൻ ഈ സൈഡ് കൊളുത്തി പിടിച്ചടി. ഞാനീ പറ. ദിസ് സൈഡ് ദി അയ്യാ. വയറിറങ്ങ കേട്ടാ. എന്നാൽ എന്തായിരിക്കും പെട്ടെന്ന് വയറ് വീർത്ത് പോയത്? വീട്ടിൽ പോയിട്ട് തരാമേ. നീ ഉണ്ടാ തരും. നിന്റെ കയ്യിൽ വല്ല പൈസ ഉണ്ടാ? എന്നിട്ട് നീ എങ്ങനെ തരും? തരാം. അപ്പോ ഇന്നത്തെ ഫുഡ് ചാലഞ്ചിൽ ഞാൻ വിന്നായി. ഈ നാറി പൈസ തരുമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച് കേട്ടാ. ഇല്ല. ഇനി നീ അടുത്ത വല്ല ഫുഡ് ചാലഞ്ച് വിളിച്ചാൽ ഞാൻ വരൂല ബേബി. ഇങ്ങനെയാണ്, ഷുവറാണ്. നീ കള്ളി. വീട്ടിൽ പോയിട്ട് തരാം. ഇവിടെ ഇല്ല. വീട്ടിൽ അക്കൗണ്ടിൽ ഇല്ല. നിനക്ക് എത്ര അക്കൗണ്ട് ഉണ്ട്? വെയിറ്റ് ആക്കെ. എത്ര അക്കൗണ്ട് ഉണ്ട് നിനക്ക്? 2 അക്കൗണ്ട്. ഫോണിലല്ലേ 2 അക്കൗണ്ട് ഉള്ളത് അല്ലേ? ഒരു അക്കൗണ്ട് മാത്രം. ഇനി ഒരു അക്കൗണ്ട് വീട്ടിൽ. ഏത് അക്കൗണ്ട്? Your money is my money. ഞാൻ ഒഴിക്കാനി. നീ പിന്നെ എന്തിനാണ് ഇതൊക്കെ ചെയ്ത്? ഇനി ഞാൻ ഫുഡ് ചാലഞ്ചിന് ഇല്ല കേട്ടാ. ഓ, ഞാൻ ഈ ഫുഡ് ചാലഞ്ചിനൊന്നും വരത്തില്ല കേട്ടല്ലോ. ഞാൻ വരൂല. നീ പൈസ തരാണ്ട് ഞാൻ വരൂല. ഈ നീ ഇപ്പൊ പൈസ ഇട്ടോ. നീ ഫുഡ് തിന്നത് ഇവിടെ നിന്നല്ലേ? ഫുഡ് തിന്നത് വീട്ടിൽ നിന്നല്ലല്ലോ. പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറ. ഇല്ല. പിന്നെ എന്താണ് നീ ഫുഡ് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് വന്നത്? പറ. അതൊക്കെ ഇവൻ പറയിട്ടുണ്ട്. എന്ത് പറയിട്ടുണ്ട്? വാ നമുക്ക് ഫുഡ് ചാലഞ്ച് ചെയ്യും. ഞാനല്ല, നീയാണ്. എടി, ഞാൻ ഫുഡ് ചാലഞ്ചിന് വിളിച്ച നീ എന്തിനാണ് വരണത്? നീ വിളിച്ചിരിക്കും, ഞാൻ വന്നു. ഞാൻ വിളിച്ച്. നീ പൈസ ഉള്ളവളാണെങ്കിൽ വരണം. ഈ റൂൾ എനിക്ക്
at first. നീ ഇടി ഞാൻ റീവെഞ്ച് ചെയ്ത് കാണിച്ചു തരാവേ. അപ്പൊ ഫസ്റ്റ് തീർക്കുന്ന ആൾക്ക് എന്തരെന്ന് പറഞ്ഞത് നമ്മള് 500 rupees. 500 rupees അറ്റ് ടൈം Instantly. അപ്പൊ തന്നെ പേ ചെയ്യുന്നു. ഓക്കെ Come on, let's start. പറഞ്ഞ് ഇൻസ്റ്റാന്റലി എന്ത് ഇൻസ്റ്റാന്റലിയാ എന്തൊരു Instant. ഇൻസ്റ്റന്റ് വെച്ചിട്ട് പൈസ തരും. എന്നിട്ട് നീ എന്ത് തരാത്തത്? പൈസ ഇല്ല. എടി നാറ്, നിന്റെ പൈസ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് നീ എന്റെ ഫുഡ് ചാലഞ്ചിൽ കയറി വന്നെന്ന്? ഒറ്റയ്ക്ക് ചെയ്താൽ മതിയായിരുന്നല്ലേ? പിന്നെ നീ എന്തിനെ എനിക്ക് വിളിച്ചു? ഞാൻ നിന്നെ വിളിച്ച നീ എന്തിനു വന്നില്ല? വന്ന് സോറി പൈസ നീ പൈസ കൊണ്ട് ഇന്ന് പോകൂല ഇവിടെ നിന്ന്. ഞാൻ തരാം, വീട്ടിൽ പോയിട്ട് തരാം. വീട്ടില് ഒരു നയ്യ പൈസ വീട്ടിലില്ല. നിന്റെ ഒറ്റ അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ 5 രൂപ ഉണ്ട്. 5 രൂപ അല്ല പിന്നെ ഉണ്ട്. നിനക്ക് എന്താണ്? I have. Why should I say you how much I have? എന്നാലും പറ, വെറുതെ പറ. ഒരു 5 lakh? അത്ര ഇല്ല, അത്രയും വലിയ എമൗണ്ട് ഇല്ല. ഒരു I don't know. പറ, വാ തുറന്ന് പറ. 2 രൂപ 3 രൂപ കാണുമെന്ന്. 10 rupees ഉണ്ട്. Promise. അപ്പോൾ ഇനി ഞാൻ പോകൂല കേട്ടാ. ഇനി ഞാൻ ഇവളെ വിളിക്കൂല ഫുഡ് ചാലഞ്ച്. ഞാൻ ഫുഡ് കൊണ്ട് പുറത്ത് ആർക്കെങ്കിലും കൊടുക്കും കേട്ടല്ല. അത് വിട്. പോട്ടെ, വിട്. അപ്പോൾ ഗൈസ് നമ്മുടെ ഫുഡ് ചാലഞ്ച് ഇത് പോടി. എണീരടി. നീ 500 രൂപ തന്നിട്ട് നീ കിടന്നാൽ മതി എൻ്റെ കയ്യിൽ, മനസ്സിലായ? ഇവളെ 500 രൂപ തരുന്ന നേരെ ഞാൻ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടാ. ഇത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നീ ഫുഡ് ചാലഞ്ച് എന്നും പറഞ്ഞിട്ട് പിസ്സ മേടിച്ച് തിന്നിട്ട് നീ പിസ്സയ്ക്കല്ലല്ലേ ഫുഡ് ചാലഞ്ചിന് 500 രൂപ തന്നുമില്ല. ഇനി ഇവള് പൈസ തരുന്നത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും കേട്ടാ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിക്കുന്നത് കേട്ടാ. നോക്കല്ലേ നീ. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ചിരിക്കാതെടി. ഇവള് കള്ളിയാണ്. ഇവൾക്ക് ആദ്യമേ പറയാം പൈസ ഇല്ലെങ്കിൽ ആദ്യമേ പറയാം. എന്നിട്ട് ഇവള് നൈസിന് തിന്നിട്ട് പൈസ തരുന്നില്ല. ജയിച്ച പൈസ തന്നില്ല. പോട്ടെ, ഇവളെ എന്തേലും പരിപാടിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇവളെ കയ്യിൽ നിന്ന് പൈസ ഇസ്കാനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്തു തരാടി. So guys, I hope you enjoyed the video. If you want more food challenges in the future, do comment. 500 ഞാൻ ഇവർക്ക് വീട്ടിൽ പോയിട്ട് തരാം. അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യും. നീ തന്നില്ലെങ്കിൽ ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യും കേട്ടാ. കേട്ടാ, നീ എപ്പോ തരുന്നോ അത് എങ്ങനെ കയ്യിൽ വാങ്ങുന്ന വീഡിയോ എല്ലാം ഞാൻ പുട്ട് ചെയ്യും സ്റ്റോറി. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കൂല കേട്ടാ. ഫുഡ് നമ്മൾ കൊണ്ടുപോകും, വീട്ടിൽ കൊണ്ടുപോകും. എന്നിട്ട് നമ്മൾ ഇന്ന് നൈറ്റ് ഇപ്പോൾ ഓൾമോസ്റ്റ് സമയത്ര 7 മണിയായി. നമ്മൾ നൈറ്റ് കഴിക്കും. ഇൻ കേസ് ഫുള്ളും തീർന്നില്ല എന്നുണ്ടെങ്കിൽ ടുമോറോ മോർണിംഗ് കഴിക്കും. ഓക്കെ, നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കൂല, അത് വേറെ ഒരു കാര്യം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, ഇനിയും വീഡിയോ കാണുക, ഞങ്ങളുടെ വീഡിയോ ഇനിയും കാണുക. നല്ല രീതിക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല, പക്ഷെ സ്റ്റിൽ മോർ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവരും കണ്ടാൽ മതി, ഷെയർ ചെയ്യുക. And please like, comment, share and subscribe to our YouTube channel. So see you in our next video. അടുത്ത വീഡിയോ ടുമാറോ ഞങ്ങൾ ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ല, സിംബയ്ക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോകുന്നു കേട്ടാ. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ആ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാം. ആ ഒരു വ്ളോഗ് എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. സിംബയ്ക്ക് കുത്തുന്നത് ഇഞ്ചക്ഷനോ എന്നുള്ള തംബ്നെയിലിൽ നമുക്ക് ചെയ്യാം. സിംബ ഇഞ്ചക്ഷൻ മേടിക്കുമോ, ഇഞ്ചക്ഷൻ കുത്തുന്ന സിംബയോ, അങ്ങനെ എന്തെങ്കിലും ത്രില്ലിംഗ് ആയിട്ടുള്ള തംബ്നെയിലിൽ കൊടുത്തിട്ട് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഗൈസ് ടാറ്റാ, bye bye. So that's it for today's video. Stay tuned. So bye.